പിടിയാണ് കേട്ടോ വൈകിട്ടത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിടി ശർക്കരയും തേങ്ങയും ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ പീച്ചിട്ട് പിടിച്ചിട്ട് ആവിയിൽ വേവിച്ച് വെക്കൂലേ അത്. അപ്പോഴത്തേക്കും എന്തേ ആമിക്കുട്ടിനെ സൈക്കിളിൽ അപ്പം കൊണ്ടുവന്നു. പുറകിനെ ആലും വന്നിട്ടുണ്ട് കേട്ടോ. മിക്കയുടെ വെപ്രാളം കണ്ടിട്ടുണ്ടെങ്കിൽ പിള്ളേരേതോ ദുബായിൽ പോയിട്ട് വന്ന പോലെയാണ്. ട്രെയിൻ ഇതെന്ത് ട്രെയിനാണ് എന്റെ കർത്താവേ, ഞാൻ ആദ്യമായിട്ട് കാണണം ഇങ്ങനത്തെ ട്രെയിൻ. അമ്മ ഇന്ന് സ്കൂളിൽ ട്രെയിൻ വരപ്പിച്ച് അത് ഞാൻ അമ്മനെ കാണിച്ചു തരാം എങ്ങനെയാണ് വരച്ചതെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് എന്നെ കാണിച്ചു തന്നു പറഞ്ഞിട്ട് ഇത് ഏത് മോഡൽ ട്രെയിനാണെന്ന് എനിക്കൊരു പിടുത്തവുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആമിക്കുട്ടിയുടെ മേലൊക്കെ കഴിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ പിടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒപ്പം തന്നെ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ആമിക്കുട്ടിക്കും അപ്പനും ആലുവിനൊക്കെ ചായ കൊടുക്കാവേ. ആലുവാണെങ്കിൽ മുള്ളുമേ നിൽക്കണ പോലെ നിന്നിട്ടാണ് കേട്ടോ കഴിച്ചിട്ട് പോണത്. ട്യൂഷന് പോകാൻ നേരമ്പോഴത്തേക്ക് ആലുടെ ഫ്രണ്ട്സൊക്കെ വന്ന് വിളിക്കും കേട്ടോ. നമ്മുടെ മിക്കാണെങ്കിൽ ഇവിടെ കുറച്ച് അതുങ്ങൾ ഇവിടെ എങ്ങും നിർത്തില്ല. അപ്പോൾ അതിന് മുന്നേ ആലു റെഡി ആയതാണ്ടാ കണ്ടത്. അപ്പോൾ ആലു സൈക്കിളിൽ ചവിട്ടി ആദ്യം പോയി ആമിക്കുട്ടിനെ പുറകെ ചേട്ടൻ കൊണ്ട് ആക്കാൻ വേണ്ടി പോകണം കേട്ടോ. അതിന് മുന്നേ തന്നെ എൻ്റെ അമ്മനെ വീഡിയോ കോളിങ് ചെയ്തിട്ട് എണ്ണിപ്പെറുക്കി ലോകവിശേഷങ്ങൾ മൊത്തം പറഞ്ഞിട്ട് ആള് ട്യൂഷന് പോകുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ചേട്ടൻ കൊണ്ട് ആക്കിയിട്ട് നേരെ തിരിച്ചു വന്ന് ഞാനും ചേട്ടൻ കൂടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ ക്യാമറയിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കണത് സ്റ്റീൽ ബോഡി ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ദേ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ നോക്കി നിന്ന് കേട്ടോ. എന്നിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്കും പെരട കടിക്കും. രാവിലെയും വൈകുന്നേരം ഇതേപോലെ പെരടക അടിക്കും കേട്ടോ. എന്നിട്ട് ഏറയത്തെ ലൈറ്റ് ഇടും. അതേപോലെ തന്നെ നടയിലെ ലൈറ്റ് ഇട്ടിട്ട് പിന്നെ സാമ്പ്രാണിയോ കുന്തിരിക്കമോ കൊതുകുതിരി അല്ല അയ്യോ ചന്ദനത്തിരി എന്തെങ്കിലും കത്തിക്കും കേട്ടോ. ചിരി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കൊതുകുതിരി കത്തിക്കണമെങ്കിൽ എന്താ തെറ്റ്, കൊതുകുതിരി കത്തിക്കാറുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോഴേ ഞങ്ങൾക്ക് അതിന് മുന്നേ തന്നെ കുന്തിരിക്കം കത്തിക്കണം മണ്ണിന്റെ സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആമിക്കുട്ടി കൊണ്ടു നടന്ന് പൊട്ടിച്ചു കളഞ്ഞേ. അത് പൊട്ടിയതിനു ശേഷം പിന്നെ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഒരു പഴയ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിനാണ് കത്തിക്കണത്. കത്തിച്ച് കഴിയുമ്പോൾ അതിന്റെ ചാരം തട്ടി പുറത്തേക്ക് കളയും. പിന്നെ ഞാൻ അങ്ങനെ ഫോൺ നോക്കി വന്നപ്പോഴത്തേക്കും ഈ ഒരു സംഭവം ഒരു ചാനൽ ടാഗ് ചെയ്തേക്കണത് കണ്ട് പെട്ടെന്ന് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വില കുറവാണ്. അങ്ങനെ ഞാൻ വേഗം തന്നെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. എനിക്ക് തോന്നുന്നു ഇത് മിക്കവരുടെ വീട്ടിലുണ്ടാകും. പക്ഷെ ഇതിന് ഭയങ്കര വിലയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ തരത്തിലുള്ള സംഭവങ്ങളൊന്നും നോക്കാണ്ടിരുന്നത്. ഇത് ആമസോണിലാണ് അവർ കാണിച്ചത്. പക്ഷെ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം അത്ര ഉള്ളൂ. ടാറ്റാ.